ലിവറാണ് ഏറ്റവും കൂടുതൽ ടോക്സിൻസിനെ അരിച്ച് പുറത്ത് കളയുന്നത്. മനുഷ്യൻ പരിഗണിക്കാത്ത ഒരു അവയവമാണ് ലിവർ. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട അവയവവും ലിവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ അറിയാതെയാണെങ്കിലും എൻ്റെ കരളയെ പൊരുളെ എന്നൊക്കെ വിളിക്കുന്നത്. അത് സാധാരണഗതിയിൽ ശരീരത്തെ ഏറ്റവും സംരക്ഷിച്ച് നിർത്തുന്നത് ഇതാണ്. ആവശ്യമായ ഗ്ലൂക്കോസ് സൂക്ഷിച്ചു വെച്ച് കൊടുക്കുന്നത് ഇതാണ്. കൺവെർഷൻ ടേബിളിൽ ഏറ്റവും കൂടുതൽ ഫാറ്റ് സൂക്ഷിക്കുന്നതും ഊർജ്ജദായക ശക്തിയാക്കി പരിണമിപ്പിക്കുന്നതും ഈ അവയവമാണ്. ശുദ്ധീകരണ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ഈ അവയവമാണ്. ഏതെങ്കിലും കാരണവശാൽ ഇതിന് കേടുവന്നാൽ വിശ്രമിച്ച് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ 5 പൈസയുടെ മരുന്നില്ലാതെ മാറ്റിത്തരുന്നത് ഈ അവയവമാണ്. ഉദര രോഗങ്ങളിൽ, ഉദരം എന്ന് പറഞ്ഞാൽ സിറോസിസ്, യകൃതുദരം, പ്ലീഹോദരം, മഹോദരം, ജലോദരം തുടങ്ങിയ ഉദര രോഗങ്ങളിൽ യകൃതുദരം വരുമ്പോൾ ആ ഉദരത്തിലും യകൃത്തിനെ ബാധിക്കുന്ന കാമല, മഞ്ഞക്കാമല, പിത്തരോഗങ്ങൾ അവ വരുമ്പോഴുമൊക്കെ പഴയ ആളുകൾ ഭക്ഷണം നിയന്ത്രിക്കുകയാണ് ചെയ്തത്. വളരെയധികം നിയന്ത്രിക്കും. അതുകൊണ്ട് തന്നെ മാറും. അതുകൊണ്ട് മാത്രം മാറും. കഴിക്കുന്ന ഔഷധങ്ങൾ പലതും രക്തത്തിൽ കലർന്നു ചെല്ലുമ്പോൾ അവയെ മുഴുവൻ ശുദ്ധീകരിച്ചെടുക്കാൻ പെടാപ്പാടുപെടുന്ന ഒരു അവയവമായതുകൊണ്ട് അത് വിശ്രമിച്ച് കഴിയുമ്പോൾ മാറിക്കിട്ടുകയാണ് പതിവ്. അഥവാ മരുന്ന് കഴിക്കുകയാണെങ്കിൽ തന്നെ ലളിതമായ ഔഷധങ്ങളെ കൊടുക്കാവൂ. സമീപകാലത്ത് വൈദ്യശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ ഗാസ്ട്രോഎൻട്രോളജി വളരെ വികസിച്ചപ്പോൾ വളരെ പെട്ടെന്നാണ് യകൃത്ത് രോഗങ്ങളുടെ എണ്ണം കൂടിയത്. ആദ്യകാലത്തൊക്കെ വെള്ളമടിച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. ഇപ്പോ ധാരാളം പേർ ഇതിന് വശംവദരാണ്. അഗതതന്ത്രത്തിലേക്ക് ഇവയെ അന്വേഷിക്കുവാൻ പോകുന്നുമില്ല. ടോക്സിക്കോളജി, അഗതതന്ത്രം, 2 തരം ടോക്സിൻസ് ആണ് ശരീരത്തിൽ കിടക്കുക. ഒന്ന് സ്ഥാവരങ്ങളായ വിഷങ്ങൾ, ഔഷധങ്ങളായും ആഹാരമായും കഴിക്കുന്ന പദാർത്ഥങ്ങൾ ശരീരത്തിലെത്തി അവ ധാതുക്കളെ ബാധിച്ച് ധാതുക്കൾ, കോശസമൂഹങ്ങൾ, രസസമൂഹം, രക്തസമൂഹം, രസകോശ സമൂഹം, രക്തകോശ സമൂഹം, മാംസകോശ സമൂഹം, മേധോകോശ സമൂഹം, അസ്ഥികോശ സമൂഹം, ഇവയൊക്കെ കോശങ്ങളുടെ സമൂഹമാണ് ആ സിസ്റ്റം എന്ന് പറയുന്നത്. അവയെ ബാധിച്ച് മഹാരോഗങ്ങളായി പരിണമിക്കും. കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറുകൾ, ധാതു വൈഷമ്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ
അതിൻ്റെ കുറ്റം അന്വേഷിക്കുന്നത് തങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നാകരുത് എന്നുള്ളതിനാണ് നിർബന്ധം. മനുഷ്യനിലെല്ലാമുള്ളൊരു കള്ളത്തരം അതാണ്. ഒരു വൈദ്യൻ എപ്പോഴും നിഷ്ണാതനായിരിക്കേണ്ടത് ഒരു രോഗി വന്ന് താൻ കഴിച്ച ആ മരുന്നുകൊണ്ട് തൻ്റെ രോഗത്തിന് മാറ്റം വന്നില്ല എന്ന് പറയുമ്പോഴും തൻ്റെ രോഗം മാറി പക്ഷെ വേറൊരു രോഗത്തിൻ്റെ ലക്ഷണം കണ്ടു എന്ന് പറയുമ്പോഴും മരുന്ന് കഴിച്ച് മാറിക്കഴിഞ്ഞ് ഏതാനും നാൾ കഴിഞ്ഞ് വേറൊരു ബുദ്ധിമുട്ട് വന്ന് പറയുമ്പോഴും അറിവില്ലാത്തവനാണ് രോഗിയെന്ന് മനസ്സിലാക്കി അറിയുന്നവനായ വൈദ്യൻ മുമ്പ് കഴിച്ച ഔഷധങ്ങളിലോ മുമ്പ് കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങളിലോ അപകടമുണ്ടോ എന്നും താൻ ഉൾപ്പെടെ വൈദ്യശിരോമണികൾ പറഞ്ഞുകൊടുത്ത വാക്കുകളിൽ ഭയവും ഉത്കണ്ഠയും വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അചലവാദം പോലുള്ളവ രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ എന്നും ആദ്യം അന്വേഷിക്കുക എന്നുള്ളതാണ് കൃത്യനിഷ്ഠ. പക്ഷെ മാനവന്റെ ഈഗോ ആദ്യം തന്നെ സുരക്ഷിതമായൊരു സ്ഥാനത്ത് നിർത്തി തന്നിൽ നിന്ന് തെറ്റ് പറ്റുകയില്ല എന്ന് തീരുമാനിച്ച് തെറ്റിനെ അന്യകാര്യങ്ങളിൽ തിരയുക എന്നുള്ള തന്ത്രമാണ് സ്വീകരിക്കുന്നത്. ഇതാണ് മാനവ പുരോഗതിയിലെ ഏറ്റവും വലിയ വിലങ്ങുതടി. ഭരണാധികാരികൾ ഒരിക്കലും തൻ്റെയും തൻ്റെ പാർട്ടിയുടെയും ഭരണത്തിൽ നിന്ന് വൈകല്യമുണ്ടായില്ല എന്ന് വിശ്വസിക്കുകയും എല്ലാ കുറ്റങ്ങളും മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ഇതുപോലെ തന്നെ ഒരു മനസ്സാണ് ശാസ്ത്രകാരന്മാർക്കുമുള്ളത്. അത് ശാസ്ത്രീയമല്ല, തികച്ചും അശാസ്ത്രീയമാണ്. തൻ്റെ നിർണയങ്ങളിൽ തെറ്റുപറ്റാം, താൻ കൊടുത്ത ഔഷധങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെടാം. അങ്ങനെയുണ്ടോ എന്ന് രോഗിയെ സമാധാനിപ്പിച്ചിട്ട് അന്വേഷിക്കുകയും ഉണ്ടെന്ന് തോന്നിയാൽ രോഗി പോലും അറിയാതെ അതിനെ ശുദ്ധീകരിച്ചു കൊടുക്കാവുന്ന അയാട്രോജനിക് വൈദ്യജന്യം അത്തരം രോഗങ്ങൾ ഇന്ന് വളരെ കൂടുതലാണ്. ഔഷധങ്ങളിൽ നിന്ന്, വൈദ്യന്റെ വചനങ്ങളിൽ നിന്ന്. ഒരു വാക്കുകൊണ്ട് ഹിസ്റ്റമിൻ വളരെ അടിച്ചു കയറും. അതിന് പറ്റിയ വിധമാണിന്ന് ഭിഷഗ്വരന്മാരും പരിചാരകരും ബന്ധുജനങ്ങളും എല്ലാം ശ്രമിക്കുന്നത്. രോഗിയെ കൊണ്ട് വരുന്നവന്മാരെല്ലാം മഹാമാരണമാണ്, അച്ഛനും അമ്മയും ഉൾപ്പെടെ. ഇല്ലാത്ത ഉത്കണ്ഠ മുഴുവൻ ഉണ്ടാക്കിയായിരുന്നു. രോഗിയോട് സാരമില്ല എന്ന് വൈദ്യൻ പറഞ്ഞു. വൈദ്യൻ മുഴുവൻ പേപ്പർ നോക്കിയിട്ടാണ് ലാസ്റ്റ് ബ്രത്തിന് പറ്റിയ വിധം ഇരിക്കുന്നതാണ് റിപ്പോർട്ട്. അവിടുന്ന് ഇതെല്ലാം പറഞ്ഞ് കേട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വൈദ്യനെ കാണാൻ പോയിരിക്കുകയാണ്. വൈദ്യനെ കാണാൻ ചെല്ലുമ്പോൾ മറ്റുള്ളിടത്തുനിന്ന് വൈദ്യന്മാരും ഡോക്ടർമാരും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അത് മുഴുവൻ കേട്ട അച്ഛനും അമ്മയാണ്. അപ്പം ഇയാൾ പതുക്കെ സമാധാനിപ്പിക്കാൻ ഒരുങ്ങിയാൽ ഇയാൾക്ക് വിവരമില്ല. കാരണം നേരത്തെ ഉള്ളവൻ പോവുകയാണെന്ന് പറഞ്ഞതല്ലേ. ഇയാൾ അത് തന്നെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് അവിടുന്ന് അയാളെ കാണാനായിട്ട് പോയത്? രക്ഷപ്പെടുമെന്ന് വിചാരിച്ചല്ല പോയി. അയാളെ കൊണ്ടുകൂടെ ഒന്ന് പറയിപ്പിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി വീട്ടിൽ വെച്ച് ഇവന്റെ കുഴി കുത്തി അടിയന്തരത്തിന് പച്ചക്കറി വാങ്ങിക്കാനായി ചെന്നിരിക്കുന്നു. ഈ സൈസ് ഉരുപ്പിടികളാണ്
പഠിപ്പുള്ള എല്ലാ ബന്ധുക്കളും. ഈ കാലന്മാരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വേഗം പോവുകയാണെന്ന് രോഗി തന്നെ അങ്ങ് തീരുമാനിക്കുമ്പോഴായി മരണം എളുപ്പം വരുന്നു. ഞാൻ പറഞ്ഞത് അല്ല, അത് പിന്നെ അവർക്ക് വിശ്വാസം വരാത്തതുകൊണ്ടാണ്. അതിനേക്കാൾ കൂടുതൽ ഈ കൂടെ പോകുമ്പോൾ ഒരേ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡോക്ടർ സാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഡോക്ടറോട് പിന്നെയും പോയി ഇത് വളരെ കൂടുതലാണെന്ന് കേട്ടാലൊരു മനസ്സമാണ്. അങ്ങനെ ഒരു മനസ്സാണ് ഇത്. ജീവിക്കാനല്ല ഇച്ഛ. ജീവിക്കാനാണ് ഇച്ഛയെങ്കിൽ അതിനൊരു രസമുണ്ട്. പക്ഷെ അതിനല്ല ഇച്ഛ. ഒന്ന് സമാനിപ്പിച്ചാൽ പകുതി രോഗം പോകും. അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടവുമല്ല. അങ്ങനെ കേൾക്കാൻ താല്പര്യവുമില്ല. ഇതാണ് ഇന്നത്തെ നില. അതുകൊണ്ട് അയാട്രോജനിക് ഡിസീസസ് അതിന്ന് വളരെ വളരെ കൂടുകയാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലിവറിനെ. ലിവർ, സ്പ്ലീന് ഇതിനെയൊക്കെ ബാധിക്കുന്ന രോഗങ്ങളുടെ എണ്ണം വളരെ കൂടിയാണ്.